ശ്രീ ഹരികുമാർ KP എഴുതിയ ചന്ദ്രിക പൊന്ന് വളരെ മനോഹരമാണ്. എൻ്റെ ഇളയ മകന് എൻ്റെ വാട്സപ്പ് എനിക്കില്ല, അത് വർക്ക് ചെയ്യുന്നില്ല, ശരിയാക്കണം. അന്നേരം അങ്ങനെ അപ്പോൾ പിന്നെ രാത്രി ഞാൻ ഇവിടുത്തെ 11:30 അവളെ വിളിച്ച് സംസാരിച്ചു, റോസമ്മയെ. പിന്നെ വേറെ അബുദാബിയിലൊരു അന്നമ്മ ചാണ്ടി ഉണ്ട്, കുമ്പനാട്ടുകാരത്തി. ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ കുറേ നേരം എത്രയോ വർഷം മുമ്പ് പാറ്റ്ന മെഡിക്കൽ കോളേജ്, അതാണ് സ്നേഹബന്ധം എന്ന് പറയുന്നത്. ചേച്ചി ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചേച്ചിയെ വിളിച്ചോ? വിളിച്ചല്ലോ, ഡോക്ടർ വിളിച്ചോ? ഇല്ല വിളിച്ചില്ല. ഇനിയും വിളിച്ചോന്ന് അറിയത്തില്ല, പേര് കണ്ടില്ലെങ്കിൽ ഞാൻ ഡോക്ടറിന്റെ ഫോൺ നമ്പർ എന്താ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇല്ല, ഡോക്ടർ ഫോൺ നമ്പർ തന്നില്ല. കാര്യം ഇവിടെ ഫോൺ ഒരുപാട് 47, 50 ഒക്കെ ഫോൺ ഇങ്ങനെ വരും. അപ്പം ഇന്നലെ ഞാൻ ഒരു കൊച്ചു വിളിച്ചേച്ച് പറഞ്ഞു, കൊച്ചാരാണോ? ഇവിടെ ഉള്ളതാ, മിനി എന്നാ അതിന്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ, മരിച്ചുപോയ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകള് ഈ വിളിച്ച കൊച്ചിന്റെ അമ്മായി ആയിട്ട് വരും. ഇവിടെയുള്ള കൊച്ച മിനി എന്നാ പേര്. സിന്ധു. അന്നേരം എന്നോട് പറഞ്ഞു, ചേച്ചി ആ ഫോൺ എടുക്കേണ്ടതാണോ? ഇങ്ങനെ വരുമല്ലേ, എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ പോയി 10 മിനിറ്റ് നോക്കാം. ചിലപ്പോൾ പേര് കാണിച്ചില്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല, നമ്മുടെ വല്ലെന്ന് വരും കേട്ടോ. മനസ്സിലായി ചേച്ചി, അത് പോയി. അത് ചേച്ചി ആ ഫോണിൽ കൊണ്ടുവരാം. എന്നാല് നയിച്ചതും ഇനിയുള്ള കാലം നയിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സഹോദരന്മാരോടും നമ്മൾ ദൈവവിശ്വാസത്തോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മരണം മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അവനവനെ കഴിയുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനുഷ്യരെ സ്നേഹിക്കുക, സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഈ 5 കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എവിടെ നമ്മൾ പോയാലും അത് മുൻനിർത്തി പ്രവർത്തിക്കുക. ജീവിതം ഒരിക്കലും ഒരു ഫെയിലിയർ ആകത്തില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. ശനി അദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് വന്നു, അന്നേരം ഓർമ്മയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു. എന്നാലും ഒരു ഏലത്തയ്യോ ചേച്ചി വെച്ചോ, ഭയങ്കര അത്ഭുതം. ഇതെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? ഇത്രയും വന്നിട്ടില്ലല്ലേ? അതെ. ഇത് ആ ഒരു പ്രകൃതിയിലല്ലല്ലോ. അതെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ. ശംഖുപുഷ്പം കണ്ടില്ലേ? ശംഖുപുഷ്പം ഉണ്ട്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടം. ഇനിയിപ്പോൾ 1 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പൂക്കൾ ഇങ്ങനെ വരുമല്ലോ. ഏതാ ശംഖുപുഷ്പം? ഓ, ഞാനിതൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ഇത് അരളി ഫാമിലിയാണോ? അല്ല, ശംഖുപുഷ്പം. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളത് ശംഖുപുഷ്പമാണ്. പുഷ്പങ്ങളില് ശംഖുപുഷ്പം, തുളസി, അതാണ് ആ പടർന്നിരിക്കുന്നത്. ഓക്കെ. ഞാൻ ഇതൊക്കെ സാഹിത്യത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. ശംഖുപുഷ്പം കണ്ണെഴുതി. ശംഖുപുഷ്പം ഇതൊക്കെ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുക. പിന്നെ വർഷം തോറും ഇതിനെ ടേക്ക് കെയർ ചെയ്യുക, പുല്ല് പറിക്കുക. ഇത് നാട്ടിലെ ചന്ദ്രകാന്തി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് വെണ്ടയല്ലേ വെച്ചിരിക്കുന്നത്? അല്ല, ഇത് വെണ്ടയല്ലല്ലോ. അല്ല, അത് അതാണ്ടൊരു പൂവാണ്, മനസ്സിലായി. ശ്രീലങ്കൻ പൂവാ, ഇപ്പം വിളിർന്ന് നിന്നതാ. ഇപ്പൊ അത് ഇത് പിന്നെ ഇത് തുളസി. ഇത് 2 തുളസി. ഇവിടെ 2-3 ഇതിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇതുങ്ങളെയും ടേക്ക് കെയർ ചെയ്യുക. ഇതേത് പോവാ ചേച്ചി? പേരുണ്ട് എനിക്ക്. നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നതാ കേട്ടോ. ആണല്ലേ? അതാ വെള്ള ചെമ്പരത്തി വെളി മുമ്പിൽ കണ്ടത് തന്നെ. ഞാൻ അത്ഭുതം ആദ്യമായിട്ടാണ് ചേച്ചി. ഞാനും ഇവിടെ വിളിക്കൊരു തൈ ഇങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് വായിച്ചു നിന്നു. ഏതാണ്ട് കളയാണെന്ന് വിളിച്ച് കള. പിന്നെ ഒരു പൂവ്. അപ്പോൾ പിന്നെ അതിങ്ങനെ പറിച്ച് നട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു ശ്രീലങ്കൻ ചെടിയാണ്. രാവിലെ കാണാൻ നല്ല രസമാണ്. പാക്കറ്റിൽ അരി മേടിച്ചിട്ട് കിളിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ ഒരുപാടും പൂവുകളുണ്ട്. ഇങ്ങനെയൊക്കെ